ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നീലക്കുപ്പായത്തിലേക്ക് ഒരു മലയാളി താരത്തിന് വിളിവരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചരിത്രമെടുത്ത് നോക്കിയാൽ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ എസ് ശ്രീശാന്തും സഞ്ജു സാംസണുമാണ് കൂടുതൽ മത്സരം കളിച്ചവർ. നിലവിൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ 2020 ടീമിൽ സജീവമായി തുടരുകയാണ്. കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങൾ സീനിയർ തലത്തിലേക്ക് വളർന്നു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ കേരളക്കരയ്ക്ക് അഭിമാനിക്കാൻ മറ്റൊരു വലിയ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അണ്ടർ-19 ടെസ്റ്റ് ടീമിലേക്ക് ഒരു മലയാളി താരത്തിന് വിളി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരംകാരനായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മാനവ് കൃഷ്ണക്കാണ് ഇന്ത്യയുടെ അണ്ടർ-19 ടീമിലേക്ക് വിളി എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിൻ്റെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിലാണ് മലയാളിയായ മാനവ് ഇടം നേടിയത്. 3 ഏകദിനവും 2 ടെസ്റ്റുമാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ളത്. സഞ്ജു സാംസനെ പോലെ അണ്ടർ-19 കളിച്ച് ഇന്ത്യയുടെ സീനിയർ തലത്തിലേക്ക് വളരാൻ പ്രതിഭയുള്ളവരാണ് വിക്കറ്റ് കീപ്പർ കൂടിയായ മാനവ്. ആഭ്യന്തര ക്രിക്കറ്റിൽ സമീപകാലത്തായി നടത്തിയ തകർപ്പൻ പ്രകടനങ്ങളാണ് താരത്തിന് കരുത്തായി മാറിയത്. ആഭ്യന്തര ക്രിക്കറ്റിൽ 592 റൺസോടെയാണ് താരം തിളങ്ങിയത്. കുച്ച് ബിഹാർ ട്രോഫിയിൽ തുടർച്ചയായി 2 സെഞ്ചുറി അടക്കം നേടാൻ താരത്തിനായിരുന്നു. സൗരാഷ്ട്രക്കെതിരെ 189 റൺസും ഹൈദരാബാദിനെതിരെ 144 റൺസുമാണ് പേരൂർ കടക്കാരനായ മാനവ് നേടിയത്. വലങ്കയിനായ താരം ഡൽഹിക്കായി കളിച്ചാണ് തുടങ്ങിയത്. 12ാം വയസ്സിലാണ് കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിൻ്റെ അണ്ടർ-16, 19 ടീമുകളെ നയിക്കാനും മാനവിന് അവസരം ലഭിച്ചിട്ടുണ്ട്. ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മാത്രമല്ല, ക്യാപ്റ്റൻ നിലയിലും വളർന്നു വരാൻ മാനവിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിൽ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ത്യക്കായി കളിക്കുന്നത് എപ്പോഴും സ്വപ്നമാണ്. ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം അല്പം ഭയവും സന്തോഷവുമുണ്ട് എന്നാണ് ലഭിച്ച അവസരത്തെക്കുറിച്ച് മാനവ് പ്രതികരിച്ചത്. 2026 ജനുവരിയിൽ രഞ്ജി ട്രോഫിയിൽ ഗോവയ്ക്കെതിരെ കളിച്ചാണ് താരം കേരളത്തിനൊപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറിയത്. കേരളത്തിൻ്റെ ഒമാൻ പര്യടനത്തിലും താരം ടീമിൻ്റെ ഭാഗമായിരുന്നു. മാനവിൻ്റെ കഠിനാധ്വാനമാണ് ഇത്തരമൊരു അവസരം നേടിക്കൊടുത്തതെന്നാണ് താരത്തിൻ്റെ പരിശീലകനായ MS ഷൈൻ പറയുന്നത്. എല്ലാ തരം ക്രിക്കറ്റും വഴങ്ങുന്ന താരമാണ് അവൻ. അണ്ടർ-16ലും 19ലും മികച്ച പ്രകടനം നടത്തുന്ന അവൻ വിക്കറ്റ് കീപ്പർ റോളിലും മികവ് തെളിയിച്ചു. ശാന്തതയോടെ കളിക്കുന്ന അവൻ വിക്കറ്റ് മുന്നിൽ വളരെ വേഗമുള്ളവനാണെന്നും പരിശീലകൻ കൂട്ടിച്ചേർത്തു. 2020 കേരള ക്രിക്കറ്റ് ലീഗ് ലേലത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിൽ ഒരാളാണ് മാനവ്. NSK ട്രോഫിയിലെ പ്രോമിസിംഗ് യങ്സ്റ്റർ പുരസ്കാരം ജേതാവായ മാനവ് BCCIയുടെ സെൻറ്റർ ഫോർ എക്സലൻസ് ക്യാമ്പിലും പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. സഹോദരൻ മാധവ് കൃഷ്ണയും കേരളത്തിൻ്റെ അണ്ടർ-19 ടീമിലെ അംഗമാണ്. മാനവിന് അണ്ടർ-19 ക്രിക്കറ്റിൽ ഇന്ത്യക്കൊപ്പം ശോഭിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്. സഞ്ജു സാംസണും ശ്രീശാന്തിനു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വലിയ വേദികളിലേക്ക് മറ്റൊരു മലയാളി താരം കൂടി നടന്നു കയറുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കായിക കേരളം. പ്രതിഭയും കഠിനാധ്വാനവും ഒത്തുചേർന്ന മാനവ് കൃഷ്ണയ്ക്ക് ഈ അണ്ടർ-19 ശ്രീലങ്കൻ പര്യടനം വലിയൊരു കരിയർ ബ്രേക്ക് ആവുന്നതിൽ സംശയമില്ല. തൻ്റെ കോച്ച് MS ഷൈൻ പറഞ്ഞതുപോലെ വിക്കറ്റിന് മുന്നിലും പിന്നിലും ഒരുപോലെ ശാന്തതയോടെയും വേഗതയോടെയും തിളങ്ങാൻ മാനവിന് സാധിക്കട്ടെ. സഞ്ജു സാംസൺ വെട്ടിത്തെളിച്ച വഴിയിലൂടെ അണ്ടർ-19 ടീമിൽ നിന്ന് ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ നീലക്കുപ്പായത്തിലേക്ക് ഈ തിരുവനന്തപുരംകാരൻ ബാറ്റ്സ്മാൻ അധികം വൈകാതെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.